നിനക്ക് സമാധാനമായി കാണും. ഇല്ല, ഗോപാലിനെ കോടതിയിൽ നിന്ന് നേരെ ജയിലിലേക്ക് കൊണ്ടുപോയതെങ്കിൽ എനിക്ക് സമാധാനമായേനെ. പക്ഷേ അയാളെ സംരക്ഷിക്കാൻ ഗിരിയനടക്കം വലിയൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ജാമ്യം കിട്ടിയതിൽ അത്ഭുതമൊന്നുമില്ല. കോടതിയിൽ നിന്ന് നിനക്ക് അനുകൂലമായ വിധി ഉണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടായിരിക്കും നീ മാധ്യമങ്ങളെ വിളിച്ച് വിവരം അറിയിച്ചത്. ഇനി കോടതി എന്ത് വിധി പറഞ്ഞാലും ജനങ്ങൾക്ക് മുന്നിൽ ഗോപാൽജി മോശക്കാരനായല്ലോ, അല്ലേ? അയാളെ മോശക്കാരനാക്കേണ്ട ഒരു കാര്യമില്ല. അയാൾ മോശക്കാരൻ തന്നെയാ. അയാളെ പോലുള്ള വൃത്തിയേട്ടന്മാര് രാഷ്ട്രീയത്തിൽ ഇറങ്ങാതിരിക്കുന്നത് തന്നെയാണ് ഈ നാടിന് നല്ലത്. അത് നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ? വേണ്ട, നാട്ടുകാരെല്ലാരും കൂടി തീരുമാനിക്കട്ടെ. ഗോപാലിന് ഏത് തരക്കാരനാണെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായ സ്ഥിതിക്ക് ഇനി അവർക്ക് നല്ലൊരു തീരുമാനം എടുക്കാമല്ലോ. നീ ഇങ്ങനെ ഗോപാൽജിയെ ലക്ഷ്യം വെക്കുന്നത് ശരിയല്ല. എന്റെ അച്ഛനെ കൊന്ന ആളെ ഞാൻ ലക്ഷ്യം വെക്കാതെ എന്ത് ചെയ്യണം? എന്റെ അനിയത്തെ അയാൾ തല്ലിയെന്നറിഞ്ഞിട്ടും ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണോ? ഗോപാലിന് ജാമ്യം കിട്ടിയെന്നറിഞ്ഞ് എപ്പോഴും ശാന്തനായിട്ട് പെരുമാറുന്ന മുകുന്ദ പോലും ദേഷ്യത്തിൽ അയാൾക്ക് നേരെ പ്രതികരിച്ചു. ഗിരിയേട്ടൻ ഗോപാലിനെതിരെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, പ്രതികരിക്കാൻ വന്ന മുകുന്ദനെ തടയുകയും ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവനെ ഗോപാൽജിയെ തല്ലാൻ സമ്മതിക്കണമായിരുന്നു. പിന്നെ നിങ്ങൾ പോലീസുകാർ തന്നെ നിയമം കയ്യിലെടുത്തതിന് അവനെ അറസ്റ്റ് ചെയ്യും. ഗോപാൽജി ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയില്ല, അത് തെറ്റ് തന്നെയാ. പക്ഷേ അത് തിരുത്താൻ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തൂടെ? ഇങ്ങനെ മാധ്യമ വിചാരണ നടത്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കണ്ടായിരുന്നു. ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ നാടിന് വേണ്ടി അദ്ദേഹം ഒരുപാട് നല്ലത് ചെയ്തേനെ. ഗോപാലൻ അവനവന് വേണ്ടിയല്ലാതെ നല്ലതൊന്നും ചെയ്യില്ല. അത് ഇത്രയും കാലമായിട്ടും ഗിരിയേണ്ണന് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. മഹിമ അയാൾ അടിച്ചിട്ട് പോലും ഗിരിയേണ്ണൻ അയാളെ പിന്തുണയ്ക്കുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. മഹിമയുടെ സ്ഥാനത്ത് സ്വപ്നയാണ് ഗോപാലിനെ അടിച്ചതെങ്കിൽ ഗിരിയേണ്ണൻ ഇതുപോലെ തന്നെ പെരുമാറുവോ? ഇല്ല, സ്വന്തം ചോരയാവുമ്പോ പ്രതികരണശേഷി കൂടും. ഗിരിയേണ്ണൻ എന്തായാലും പ്രതികരിച്ചേനെ. മഹിമ എന്റെ ചോരയല്ലേ, അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ കേസിൽ അയാൾക്ക് ജാമ്യം കിട്ടിയെന്ന് കരുതി അയാൾ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. അയാൾ ഈ നാട്ടിൽ ചെയ്യുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അയാൾക്കെതിരെ കേസിന് പുറകെ കേസ് ഫയലാവാൻ തുടങ്ങും. മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ അയാൾക്ക് കഴിയില്ല. ഇതെന്റെ വാശിയാ. ഗോപാൽജിക്കെതിരെ നീങ്ങാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഉറപ്പായി ഞാൻ എതിർക്കും. ഗോപാലിനെതിരെ ഞാൻ എന്ത് നീക്കം നടത്തിയാലും ഗിരിയേണ്ണൻ അതിനെ എതിർക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഗിരിയേണ്ണനെ എതിർക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ഗിരിയേട്ടൻ മറന്ന സ്ഥിതിക്ക് എന്റെ മുന്നിൽ വേറെ വഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഒരു കുറ്റവാളിക്ക് കുടപിടിക്കുന്ന ആളാകരുത് എന്ന നിർബന്ധം എനിക്കുണ്ട്. അതിന് എന്റെ മുന്നിൽ ഗോപാലിനെ ജയിലടക്കിയ മാത്രം ഒരു വഴിയായിട്ടുള്ളത്. എന്ത് വില കൊടുത്തും ഞാൻ എന്റെ ലക്ഷ്യം കാണും. അതിന്റെ പേരിൽ ഗിരിയേണ്ണൻ എന്നെ വെറുത്താലും എനിക്ക് വിരോധമില്ല.